നമസ്കാരം. അമേരിക്കൻ പടയെ ഇറ്റാലിയൻ സേന തുരത്തി. ട്രംപിന് വേണ്ടെന്ന് ഇറ്റലിയുടെ മുന്നറിയിപ്പ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ തങ്ങൾ പങ്കാളിയല്ല എന്ന സന്ദേശം വളരെ വ്യക്തമായിട്ട് നൽകിയിരിക്കുകയാണ് ഇറ്റലി. മുൻകൂർ അനുമതിയില്ലാതെ താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ച അമേരിക്കൻ ബോംബർ വിമാനങ്ങളെ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രാലയം തടഞ്ഞിരിക്കുന്നു. സ്പെയിനിന് പിന്നാലെ ഇറ്റലിയും അമേരിക്കൻ സൈനിക നീക്കങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, ട്രംപിന്റെ വ്യാപാര ഉപരോധ ഭീഷണി അടക്കം പാളിപ്പോകുന്ന ഒരു സാഹചര്യം. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് സിസിലിയിലെ സിഗോണല്ല വ്യോമതാവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ഇറ്റലിയുടെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമാകും. മുൻകൂർ അനുമതിയില്ലാതെ താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ച അമേരിക്കൻ ബോംബർ വിമാനങ്ങളെ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രാലയം തടഞ്ഞതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രതിഷേധത്തിന് ഇറ്റലി ഇരയായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു. അപ്പോൾ ഇവിടെ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഗിഡോ ക്രോസറ്റാണ് വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുമതി നിഷേധിക്കാൻ ഉത്തരവിട്ടത്. അമേരിക്കയും ഇറ്റലിയും തമ്മിലുള്ള സൈനിക കരാറുകൾ പ്രകാരം ഇറ്റലിയിലെ US സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് റോമിലെ സൈനിക നേതൃത്വത്തിന്റെ ഔദ്യോഗിക അനുമതി വാങ്ങേണ്ടതുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന വിമാനങ്ങൾ സിസിലിയിൽ ഇറങ്ങാനുള്ള തീരുമാനം ഇറ്റലിയെ അറിയിച്ചത് വിമാനങ്ങൾ ആകാശത്തായിരിക്കുമ്പോഴാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ തങ്ങൾ പങ്കാളികളല്ല എന്നും ഇറ്റാലിയൻ സൈനികരോ അല്ലെങ്കിൽ വിമാനങ്ങളോ ഇറാനെ ബോംബ് ചെയ്യില്ല എന്നും ഇതുപോലെ തന്നെ ക്രോസറ്റോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് ലാൻഡിംഗ് നിഷേധിക്കുവാനുള്ള പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അമേരിക്കൻ വിമാനങ്ങളുടെ വരവ് സാധാരണ ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കല്ല എന്നുള്ളത് പരിശോധന തന്നെ വ്യക്തമാക്കിയതോടുകൂടിയാണ് പ്രതിരോധ മന്ത്രാലയം കർശന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഉൾപ്പെടെയുള്ളവർ ഈ യൂറോപ്യൻ നേതാക്കൾ ഇറാനെതിരെ US ഇസ്രായേൽ യുദ്ധത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, വാഷിംഗ്ടന്റെ വിശ്വസ്ത സഖ്യകക്ഷി ആയിരുന്നിട്ടും സ്വന്തം ഭരണഘടനയ്ക്കും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് യുദ്ധത്തിൽ ഭാഗമാകാൻ കഴിയില്ലെന്ന് മെലോണി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറ്റലിക്ക് പിന്നാലെ സ്പെയിനും സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാഡ്രിഡിലെ സൈനിക താവളങ്ങൾ ഇറാനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അനുവദിക്കില്ലെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാഖ് അധിനിവേശത്തെക്കാൾ ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് ഈ യുദ്ധം സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടും സാഞ്ചസ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം യൂറോപ്പിന്റെ ഇന്ധന വിപണിയെയും സാമ്പത്തിക സുരക്ഷിതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള സംഘർഷം തുടങ്ങിയതോടുകൂടി യൂറോപ്പിലെ ഗ്യാസ് വിലയിലെ 70% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഊർജ്ജ വിപണിയിലെ തടസ്സങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ അടിയന്തര തയ്യാറെടുപ്പുകൾ നടത്താൻ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡീസൽ, ജെറ്റ് ഫ്യൂവൽ എന്നിവയുടെ ലഭ്യതയിൽ കുറവുണ്ടാകുമെന്ന് EU എനർജി കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം ശക്തമായിട്ടുള്ള വ്യോമാക്രമണം തുടരുകയാണ്. ഇസ്ഫഹാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ ഏകദേശം 2000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു. ആണവ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുവാൻ പ്രത്യേക സേനയെ ഇറാനിലേക്ക് അയക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നതിനുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. ഇറ്റലിയുടെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം എന്ന് പറയപ്പെടുന്നത് നാറ്റോ സഖ്യത്തിനുള്ളിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന വിഷയമാണ്. ഇറ്റലിക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങളോ വ്യാപാര വിലക്കോ ഏർപ്പെടുത്തുവാൻ ട്രംപ് തയ്യാറായേക്കും. അമേരിക്കൻ വിമാനങ്ങളെ തടഞ്ഞ് ഇറ്റലിയുടെ പരമാധികാരം സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ് പ്രതിരോധ മന്ത്രാലയം ആവർത്തിക്കുന്നതെന്നുള്ള. അപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഓരോ ബോംബ് സ്ഫോടനവും സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റുകളെ ബാധിക്കുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധം നീണ്ടു നിൽക്കുന്നത് യൂറോപ്പിലെ പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള ക്രമത്തെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് വളരുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള സൈനിക നീക്കങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം എതിർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറ്റലിയിലെ പ്രതിപക്ഷ പാർട്ടികളും മെലോണി സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറ്റലിയുടെ മണ്ണിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് തടയണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിലും പാർലമെന്റിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. ഇറ്റലിയുടെ ഈ തീരുമാനം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കും. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഇറാനിൽ യുദ്ധം തുടരുന്നത് ഈ പറയുന്ന പോലെ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകും. ട്രംപിന്റെ കർശനമായിട്ടുള്ള വിദേശ നയവും ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമാധാന താല്പര്യങ്ങളും ഇവർ തമ്മിലുള്ള പോരാട്ടമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ ഇറ്റലിയും അമേരിക്കയും തമ്മിൽ ഉള്ള ബന്ധം ഇപ്പോൾ ഏറ്റവും മോശം കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിലെ സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും തുടരുകയാണ് എങ്കിലും വൈകാതെ തന്നെ ദൗത്യം അവസാനിപ്പിക്കുമെന്നാണ് ഓവൽ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, തനിക്ക് ഇറാനിൽ നിന്ന് ഉടൻ മടങ്ങണമെന്നും ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ ദൗത്യം പൂർത്തിയാക്കണമെന്നും ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, തനിക്ക് ഇറാനിൽ നിന്ന് ഉടൻ മടങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇറാന്റെ ആണവ ശേഷി എന്ന് പറയപ്പെടുന്നത്
പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഹോർമൂസ് കടലിലേക്ക് ഇറാൻ അടച്ചതിനെ പരാമർശിച്ച ട്രംപ് താനുമായിട്ട് കരാറുണ്ടാക്കിയാലും ഇല്ലെങ്കിലും അമേരിക്കയുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണശേഷി ഇല്ലാതാക്കുന്നതായിട്ട് നിലവിൽ കടുത്ത സൈനിക നടപടി സ്വീകരിക്കും, ഞങ്ങൾ അവരെ പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി അധികം ജോലികൾ ബാക്കിയില്ല എന്നൊക്കെ പറയുന്ന വലിയ വാദങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും അമേരിക്കൻ പടയെ ഇറ്റാലിയൻ സേന തുരത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ട്രംപിനെ പോലൊരു ഭരണാധികാരി ഇറ്റലിയിൽ ആവശ്യമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് വളരെ കൃത്യമായിട്ട് ഇറ്റലി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്.